ഓക്കെ. അപ്പം ഇവർ വളരെ ഇതൊക്കെ ഉണ്ടോ, കമൻ്റ് ഉണ്ടോ? കുഞ്ഞാറ്റ നീ വേറെ ആളെ പിടിച്ചോ ഇച്ചായനെ വിട്ടിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റാണ്. അതിൻ്റെ താഴത്തെ കമൻറ്റിന് ആ പുള്ളിക്കാരത്തി കൊടുക്കുന്ന കമൻറ്റിന് 701 ലൈക്ക്, മറ്റവന് 71, ഇതിൽ 701. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ, അജഗജാന്തരം എന്ന് പറയുന്ന പോലെ. അതിൽ പുള്ളിക്കാരത്തി കൊടുക്കുന്ന ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ നോക്കിയോ. ആ കമൻറ്റിൻ്റെ റിപ്ലൈ: ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കുറച്ചധികം നാളുകൾക്ക് മുമ്പ്, ഒരുപാട് അധികമായിട്ടൊന്നും ഇല്ലെന്നോ അല്ലേ, നമ്മുടെ കുഞ്ഞാറ്റ ഇച്ചായൻ ഇഷ്യൂ. ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഇച്ചായൻ്റെ കാര്യമേ പറയുന്നില്ല, പക്ഷേ കുഞ്ഞാറ്റയുടെ കാര്യത്തിനെക്കുറിച്ച് പറയാൻ വന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അയച്ചു തന്നിട്ടുള്ള ആൾ സംതിങ് ഫിഷി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. സോ നമ്മളൊരാളുടെ സംതിങ് ഫിഷി അല്ലാത്ത കാര്യത്തിനെ കുറിച്ചൊന്നുമല്ല, പക്ഷേ കുഞ്ഞാറ്റ ഇവിടെ ഒരു ശക്തമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണ്, ആർക്കാണെന്നുള്ള കാര്യം ഞാൻ വഴിയേ പറയാം. ആദ്യം ഒരു പർട്ടിക്കുലർ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. ഞാൻ പറയട്ടെ, ഇത് ഒരാളുടെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങളും ഇല്ല, ഞാനും ഇല്ല. ബട്ട് നമുക്ക് നോക്കാം എന്താ കാര്യമെന്ന്. ഇതാണ് വന്ന വീഡിയോ. ഇതിനകത്തൊരു പാട്ട് പുറകിൽ പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ പാട്ട് ആവശ്യമില്ല, അറിയാമല്ലോ, കോപ്പിറൈറ്റ് കിട്ടും. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ പയ്യൻ. അത് കുഞ്ഞാറ്റയുടെ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് വെച്ചാൽ കൂട്ടുകാരൻ. ഓക്കെ, മാൾട്ടയിലാണ്. അപ്പോൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. iPhone 17 Pro Max ആണെന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര സ്മാർട്ടല്ലേ. ഓക്കെ, അടിപൊളി. നമ്മളൊക്കെ എന്നാണ് ഇനിയിപ്പോൾ iPhone 17 ഒക്കെ എടുക്കുന്നത്? ഓക്കെ, അപ്പം ഇവർ വളരെ ക്ലോസ് ആയിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടും കുഞ്ഞാറ്റ ഇരിക്കുന്നതിലാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ സന്തോഷമാണ്. ആർക്കും അവിടെ അതിനകത്തൊരു നെഗറ്റിവിറ്റി ഇല്ല. നെഗറ്റിവിറ്റി വരുന്ന സ്ഥലമുണ്ട്, നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് ഉള്ള വളരെ ചില കമൻറ്റുകൾ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ യൂട്യൂബർ അരുൺ ജയെ പോലെ തോന്നി. കുഞ്ഞാറ്റ എന്നും സന്തോഷത്തോടെ ഇരിക്കണം ഇതുപോലെ എന്ന് പറയുന്നു. മറ്റേ പൊട്ടനേക്കാൾ കൊള്ളാം. ഞാനിപ്പോൾ പറയുന്നത്, നമുക്ക് ഈ ഒരു കോൺടാക്സിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ആൾക്കാരെ വിളിച്ചിടേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കാണണം. അതായത് അവരുടെ പാസ്റ്റ് ലൈഫിൻ്റെ അകത്തുണ്ടായിരുന്ന അവരുടെ എക്സ്, അപ്പോൾ ആ എക്സും അവർ നടന്നിട്ടുള്ള പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിച്ചഴിക്കപ്പെട്ട ഇഷ്യൂസ് സോഷ്യൽ മീഡിയക്കകത്ത് വന്നതെല്ലാം നമുക്കറിയാം. രണ്ട് സൈഡ് രണ്ട് വ്യക്തികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് ഇന്ന് അവർ രണ്ട് ജീവിതങ്ങളാണ്. അപ്പോൾ ആ രണ്ട് ജീവിതങ്ങളായതുകൊണ്ട് ഇന്ന് ഇവരുടെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അയാളെയും വലിച്ചതിനകത്ത് ഇടാൻ പാടില്ല. ഇനി അയാളുടെ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാളും അത് സന്തോഷകരമായിട്ട് കൊണ്ടുപോകട്ടെ എന്നേ പറയാനുള്ളൂ. ഇത് ഇവരുടെ സുഹൃത്താവാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇതാവാം. അതെന്താണെങ്കിലും അത് അവരെ മാത്രം ബാധിക്കുന്ന അവരുടെ വ്യക്തിപരമായ ജീവിതമാണ്. അതിനകത്ത് കയറി തലയിട്ടുകൊണ്ട് അതിനകത്ത് ജഡ്ജ് ചെയ്യാനൊന്നും നമ്മൾ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മറ്റേ പൊട്ടനെക്കാട്ടി കൊള്ളാന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് പറ്റുന്നത് അത് 2.7K ലൈക്ക് അതിനകത്തുണ്ട്. ഫ്രണ്ട് അല്ല എന്തായാലും എന്ന് പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. അതിനും 1.3K ലൈക്ക്. അല്ലെങ്കിലും കുഞ്ഞാറ്റ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും. ഈ പറയുന്ന സ്ഥലത്ത് കുറച്ച് കാലത്തിന് മുമ്പ് ഈ പറയുന്ന കുഞ്ഞാറ്റ, നമ്മുടെ ജിസ്ബി കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു മുമ്പുള്ള വീഡിയോയിൽ. ഞാൻ കുറച്ച് കാലത്തിന് മുമ്പ് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു. ശൈലി മീൻസ് ഞാൻ ഒരാളുടെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് ഉള്ള ഒരാളെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് വലിച്ചു കീറി അത് ഇനി ഉണ്ടോ നോക്കി നിരത്തിട്ട് ഇനി വീണ്ടും നിരത്തിട്ടങ്ങ് അടിക്കുകയും ചെയ്യും വീണ്ടും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ഒരു ഇത് ചിന്തിക്കാൻ ഇനി ആഗ്രഹിക്കാത്ത ഒരാളാണ്. അങ്ങനെ ആ വഴിക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ അന്ന് ഞാൻ ഈ മിറാക്കിൾ ഫാമിലി വ്ളോഗ്സിൻ്റെ വീഡിയോസിൽ ഈ കുട്ടിയുടെ നിരന്തരമായിട്ടുള്ള ഈ കരച്ചിലും ഈ കണ്ണീർ വാർത്തുകൊണ്ടുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് പല സമയങ്ങളിലും ഇതെല്ലാം റീച്ചിന് വേണ്ടിയിട്ടല്ലേ, ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ അന്നത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്ത കാര്യം തന്നെ പറയാം. അപ്പോൾ അന്ന് ഞാൻ നല്ല രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിമർശനത്തിൻ്റെ തോത് നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ പക്ഷേ അന്ന് വിമർശിച്ചത് ഈ കുട്ടിയാണ്. ഓക്കെ, അപ്പം പിന്നീട് അദ്ദേഹത്തിനെയും കൂടെ വിമർശിക്കേണ്ട സാഹചര്യം പണ്ടൊരിക്കൽ വന്നിട്ടുണ്ട്. അത് നമ്മളിനി അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു ലൈഫിൽ നിന്നും അവരിന്ന്
എന്താ പറയുക, ഈ കുറേ കാലത്തിന് ശേഷം അപ്പോൾ കണ്ണീര് മാത്രമുണ്ട്, കല്ല് കൊണ്ടൊരു പെണ്ണ്, കണ്ണുനീര് കൊണ്ടൊരു പെണ്ണെന്ന് പറയുന്നത് കരച്ചിൽ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരത്തി എന്നും. പിന്നെ ഒരു കാര്യം, എന്തൊരു ഹാർഡ് വർക്ക്, നിരന്തരം പല പല ജോലികൾ, എന്തൊക്കെയോ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ ഈ കുട്ടി ഡ്രസ്സുകൾ വിൽക്കുന്നു, മറ്റത് മറിച്ചതൊക്കെ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു പെൺകുട്ടി. അത് അന്ന് ആ കുട്ടി അനുഭവിച്ചിരുന്ന പെയിൻ ഇത്രമാത്രമാണെന്ന് പിൽക്കാലത്ത്, അഥവാ ആ കുട്ടിയുടെ അന്നത്തെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കാരത്തി ഇത് പബ്ലിക്കിലേക്ക് പറയുന്ന സമയം മുതലാണ് ഞാനും ശരിക്കും അറിഞ്ഞ് ഞെട്ടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചിക്കിച്ചകഞ്ഞ് അയാളുടെ ഭാഗത്ത് ഇതാണ്, ഇനി ഇവരുടെ ഭാഗത്ത് അതാണ് ഒന്നും പറയാനില്ല, ആരെയും ന്യായീകരിക്കാനുമില്ല, ആരെയും പൊക്കി പറയാനുമില്ല. പക്ഷേ നമ്മുടെ കണ്ട കാര്യങ്ങൾ എവിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്രണ്ട് അല്ല ഇതെന്ന് പറഞ്ഞ് ലവർ എന്ന് പറയുന്നത്, ലവർ ആകും എന്ന് ഇത് ചെയ്യുന്നുണ്ട്. ഞാനത് പിന്നാലെ വരാം കേട്ടോ. ഇദ്ദേഹം ആരാണെന്നുള്ളതും കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. കൂടെ ഉള്ളത് മാണിക്യമാണെന്ന് ചില പൊട്ടന്മാർക്ക് നഷ്ടമായി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മോളെ ആരെയും ചങ്ക് പറിച്ച് സ്നേഹിക്കരുത്, എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടുക എന്ന് പറയുന്നത്. നല്ലൊരു സുഹൃത്തിനെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ഫ്രണ്ടാണെന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ചതിയും വഞ്ചനയും നിറഞ്ഞ ലോകത്ത് ആത്മാർത്ഥമുള്ള ഒരാളെ കിട്ടുക എന്നത് ദൈവികമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു അടുത്തിടപഴകുന്നത് എല്ലാവരും നമ്മുടെ കാമുകനോ കാമുകിയാവണമെന്നില്ല. ഈ കാമുകനും കാമുകിക്കും അപ്പുറത്ത് ഫ്രണ്ടിന് കാര്യം സീരിയസ്ലി. കാരണം നമ്മളിപ്പം വളരെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ അകത്ത് ഒരു പ്രണയം ഉണ്ടായെന്ന് വിചാരിക്കുക, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടായെന്ന് വിചാരിക്കുക. നമ്മൾ ആരോടായിരിക്കും ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്? ഈ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും കാമുകനോടോ കാമുകിയോടോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഏറ്റവും നമ്മൾ അടുത്തറിയും നമ്മളൊരു ഫ്രണ്ടിനോട് നമുക്കതെല്ലാം പറയാൻ പറ്റും. ആണാവണമെന്നോ ജെൻഡറൊന്നും ഇല്ല അവിടെ നമുക്ക് പറയാൻ പറ്റും, എടാ അല്ലെങ്കിൽ എടി ഇതുപോലെയാണ് സംഭവം, എന്തോ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റും. ഇതേ സമയത്ത് കാമുകനെ വിളിച്ച കാമുകൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ, അല്ലെങ്കിൽ കാമുകിയോട് ചോദിച്ചാൽ അതെന്താ നിങ്ങൾ ഇങ്ങനെ എന്നുള്ള രീതിയിലേക്കുള്ളൊരു ചില ഡിസ്കഷൻസ് വരും, പൊസസീവ്നെസ് വരും, മറ്റ് പലതരത്തിലേക്കും ഇത് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. മറിച്ചൊരു ഫ്രണ്ടിനോടെന്ന് പറയുമ്പോൾ ഫ്രണ്ടിനെന്ന് പറയുമ്പോഴേക്കും വേറെ ഒന്നുമില്ല, അവിടെ എന്തും പറയാം, ഏത് തരത്തിലും പറയാം, ഏത് പാതിരാത്രിയും കാണാം, എന്തും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ടിനെ അപ്പോൾ അതാ പറഞ്ഞു, ഞാൻ എപ്പോഴും പല സമയങ്ങളിലും പുതിയ കാലത്തെ പിള്ളേരോട് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുക. നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം നിങ്ങൾ നല്ല സൗഹൃദ ബന്ധം ഉണ്ടാവുമല്ലോ, സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാവുമല്ലോ. ആ സുഹൃത്ത് വലയത്തിൽ നിന്ന് നിങ്ങളുടെ എല്ലാ തെണ്ടിത്തരങ്ങളും, നിങ്ങളുടെ എല്ലാ പൊള്ളത്തരങ്ങളും എല്ലാം അറിയുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കട്ടെ, ഒരു മിനിമം ഒരു 2-3 വർഷമെങ്കിലും മിനിമം ഒരു നല്ലൊരു ഫ്രണ്ടായി വളരെ അടുത്തിടപഴകിയതിന് ശേഷം മാത്രം ഒരു വിവാഹത്തിലേക്കൊക്കെ പോവുക. അതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങനെയൊന്നുമല്ല, അതാണ് അതിൻ്റെ ഒരു വേ. അല്ലാതെ കണ്ടു, ചായ കൊടുത്തു, ഒരു പരസ്പര ബന്ധവുമില്ല, ജാതകം നോക്കി, പണം നോക്കി, എല്ലാം നോക്കിയ ശേഷം അങ്ങ് കെട്ടിച്ചു കൊടുക്കുക. പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കണക്കും പറഞ്ഞ് ഒരുമാതിരി മറ്റേ അറവ് മാടിനെ വിൽക്കുന്നത് പോലത്തെ വിൽക്കൽ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കെട്ടിത്തൂങ്ങൽ. ഇതെന്തിനാ? അതിനെക്കാട്ടിലും കുറച്ച് കുഞ്ഞു ജീവിതമാണ്, വളരെ കുറച്ച് കാലം ജീവിക്കുള്ളൂ. ആ കുറച്ച് കാലം ജീവിക്കുന്ന സന്തോഷമായിട്ട് ജീവിക്കുക. എന്തിനാണ് നിങ്ങൾക്ക് കരയുന്നത്? നമ്മളെല്ലാവർക്കും പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനതെന്തായാലും കുഞ്ഞാറ്റയുടെ ലവറാണെങ്കിൽ നീ ലക്കിയാണ് മോനെ, രണ്ടാളും ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ഒരു മൊമെൻറ്റിൽ ഇവർ ശരിക്കും വളരെ വളരെ ഹാപ്പിയാണ്. ഇനി ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹവും കുഞ്ഞാറ്റയും എന്തുകൊണ്ട് ഇവർ ഒരുമിച്ചാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. കാരണം നമ്മളൊരു വിഷയം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്തിരിയെങ്കിലും സംസാരിക്കാനുള്ള വിഷയങ്ങളിൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പുറകിലേക്ക് ഒന്ന് എത്തി നോക്കാറുള്ളൂ. മറ്റ് ചില വിഷയങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പുറകിലോട്ടൊന്നും പോകത്തൊന്നുമില്ല. കാരണം കാണുമ്പോൾ അറിയാം ഇതൊക്കെ വെറുതെ ആൾക്കാരുടെ മുമ്പിൽ ചുമ്മാ ഉണ്ടാക്കിയ സംഭവങ്ങളാണെന്ന്. ഇദ്ദേഹവും കുഞ്ഞാറ്റ ജിസ്ബിയും അതുപോലെ തന്നെ ഇദ്ദേഹം അനൂപ് എന്ന് പറയുന്ന അദ്ദേഹവും, ഈ രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു 2025 ഓഗസ്റ്റിലേക്ക് പങ്കുവെച്ച ഫോട്ടോ. ഓക്കെ, ഇതിനകത്തും നല്ല രീതിയിലുള്ള കമൻസാണ്. ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നു. ഓക്കെ, അതിനകത്ത് അവരറിയുന്നവർ തന്നെ ആയിരിക്കാം അത് അങ്ങനെ കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവർ കുറച്ച് നാളുകൊണ്ടുണ്ട്. ഇനി എന്താണ് ഇവർ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോ വികാരമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിന് കാരണം. ഇവർ രണ്ടുപേരും വരുന്നത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ബർത്ത്ഡേയുടെ കേക്കുണ്ട്, ഇതെല്ലാം കൊണ്ട് ഇവർ പോവുകയാണ്. മാൾട്ടയിലാണ്. ഓക്കെ, അദ്ദേഹം വളരെ സൈലൻ്റ് ആൻഡ് കാം, നല്ലൊരു മനുഷ്യൻ. അതായത് ബർത്ത്ഡേ സർപ്രൈസ് ഉണ്ടല്ലോ, നമ്മളിവിടെ നാട്ടിൽ കാണാറില്ലേ, എന്തെങ്കിലും പ്രാങ്ക് പോലെ കാണിച്ചിട്ട് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്നത്, ആ ഒരു വെഞ്ചർ അതിൻ്റെ പാർട്ടാണ് ഇദ്ദേഹമെന്നും അതുപോലെ തന്നെ കുഞ്ഞാറ്റയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. മാൾട്ട സർപ്രൈസസ് കോ എന്ന് പറഞ്ഞിട്ടാണ് അതിനുള്ള ഗിഫ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും അവിടെ കൊണ്ടെത്തിക്കുന്നു, അവർ സർപ്രൈസ് ചെയ്യുന്നു. ഇതാണ് രണ്ടുപേരും കൂടെ ഉണ്ട് അതിനകത്ത്. അത് മാൾട്ട സർപ്രൈസസ് കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജുണ്ട്. ക്രാഫ്റ്റിംഗ്
ആസ് എ ഹോബി. ഓക്കെ, അത് പുള്ളിക്കാരത്തി പണ്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അക്കൗണ്ട് മാനേജ്ഡ് ബൈ മിസ്റ്റർ അനൂപ് MR അനൂപ് വടക്കൻ, കുഞ്ഞാറ്റ ജിസ്ബി. മനസ്സിലായി കാണുമല്ലോ. അവരതിൻ്റെ പാർട്ട്നേഴ്സാണ്, അഥവാ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അവർ ഇനി ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ ഇവർ ലവേഴ്സായിട്ട് ജീവിക്കുകയാണെന്നൊന്നും നമ്മളത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ ഒരുമിച്ച് നടക്കുന്ന സുഹൃത്തുക്കളായിട്ട് തന്നെ നമുക്ക് കണ്ടാൽ മതി. നമുക്കതിന് കഴിയണം. നമ്മൾ ഈ ഒരു ആണും ഒരു പെണ്ണും ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അസ്വസ്ഥത തോന്നാനോ, അല്ലെങ്കിൽ ഒരു ആണും ഒരു പെണ്ണും കൂടെ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് വേറെന്തോ ഉണ്ടെന്നോ ചിന്തിക്കുന്നത് അവരെ കുഴപ്പമല്ല, അത് നമ്മുടെ കുഴപ്പമാണ്. നമ്മളത് ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഫിലോസഫി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എടുക്കാതിരിക്കാം, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇനി ഈ നമ്മുടെ പുള്ളിക്കാരത്തിയുടെ ഒരു കിടിലൻ കമൻ്റ് ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഉണ്ടോ, കമൻ്റ് ഉണ്ടോ? കുഞ്ഞാറ്റ നീ വേറെ ആളെ പിടിച്ചോ ഇച്ചായനെ വിട്ടിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റാണ്. അതിൻ്റെ താഴത്തെ കമൻറ്റിന്, ആ പുള്ളിക്കാരത്തി കൊടുക്കുന്ന കമൻറ്റിന് 701 ലൈക്ക്, മറ്റവന് 71, ഇതിൽ 701. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ, അജഗജാന്തരം എന്ന് പറയുന്ന പോലെ. അതിൽ പുള്ളിക്കാരത്തി കൊടുക്കുന്ന ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ നോക്കിയോ. ആ കമൻറ്റിൻ്റെ റിപ്ലൈ, ചേട്ടന് ബുദ്ധിമുട്ടായോ? ഞാൻ ഏതാണേലും വീട്ടുകാരെ ബോധിപ്പിച്ചാൽ പോരെ. ചെകിട്ടത്തടി എന്ന് പറയുന്നതിന് തുല്യം. ഇനിയിപ്പോൾ ചേട്ടൻ അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ തീരുമാനമുണ്ടാക്കാം. എനിക്ക് പറ്റിയ പോലുള്ള അവസ്ഥ ചേട്ടൻ്റെ പെങ്ങന്മാർക്കോ ചേട്ടൻ്റെ പെൺകുഞ്ഞുങ്ങൾക്കോ ഉണ്ടാവാതിരിക്കട്ടെ, വെറുതെ അവർക്കോ വരാതെ ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട്. അത് ചേട്ടനോ ചേട്ടൻ്റെ കുട്ടികൾക്കോ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട്. ചോദ്യം ഇതായിരുന്നു, കുഞ്ഞാറ്റ നീ വേറെ ആളെ പിടിച്ചോ ഇച്ചായനെ വിട്ടിട്ട്, അഥവാ പുള്ളിക്കാരത്തി അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ട് ഈ വേറൊരാളെ കണ്ടെത്തി എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവത്തിന് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറുപടി എന്ന് വെച്ചാൽ നല്ലൊരു ഒന്നാന്തര മറുപടി, ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരൻ സോറി സിസ് എന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ചിലപ്പോൾ ഒരു ജോക്ക് പോലെ ചോദിച്ചതാവാം. ബട്ട് എങ്കിലും ആ ചോദ്യത്തിന് പ്രശ്നമുണ്ട്. നീ അവനെ വിട്ടിട്ട് വേറെ ആളെ പിടിച്ചെന്ന് വെച്ചാൽ എങ്ങനെ ചിന്തിക്കുക ആൾക്കാർ? അത് ഈ പുള്ളിക്കാരത്തി മനഃപൂർവ്വമായിട്ട് ആ പുള്ളിക്കാരനെ കളഞ്ഞിട്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അയാളെ കളഞ്ഞു എന്നുള്ള തോന്നലല്ലേ. അപ്പം അങ്ങനെ ഒരു തോന്നൽ പറയുമ്പോഴേക്കും അവർ പറഞ്ഞ കാര്യം ശരിയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ മാത്രം അതിനെക്കുറിച്ച് നോക്കിയാൽ മതി, വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്നതാണ് രത്ന ചുരുക്കം. ഇതാണ് സംഭവം. അപ്പം ഇവർ അടുത്ത കമൻറ്റ്, കുഞ്ഞാറ്റ ഞാൻ പണ്ടൊരു വീഡിയോ കണ്ടിരുന്നു യൂട്യൂബിൽ, നിറവയറ്റിൽ, ഇത് സത്യമായ കാര്യമാണ്, നിറവയറ്റിൽ വീട്ടിലെ പണിയൊക്കെ എടുത്ത് ആരും ഹെൽപ്പില്ലാതെ ഒത്തിരി കഷ്ടപ്പെടുന്ന മെലിഞ്ഞ് ക്ഷീണിച്ച ഒരു കുഞ്ഞാറ്റയെ, ഇപ്പോൾ കുഞ്ഞാറ്റയെ കാണുമ്പോൾ സന്തോഷം, നല്ല ജീവിതം കിട്ടട്ടെ, കുഞ്ഞിനെയും ഉടനെ അങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിരിക്കുന്നു, അവർ വളരെ സന്തോഷകരമായിട്ട് ഇരിക്കുന്നു. സത്യം. അപ്പോൾ ഇവരുടെ ഈ ഒരു ബിസിനസ്സാണ് ഈ നമ്മളിപ്പോൾ കണ്ടത്. ഇവർ രണ്ടുപേരും പോകാറുണ്ട്, രണ്ടുപേരും ഈ പറയുന്ന ഗിഫ്റ്റുകളും കൊണ്ട് ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം. എനിക്ക് തോന്നുന്നു കുഞ്ഞാറ്റ ഒരു സ്ഥിരോത്സാഹവും ഈ ഒരുപാട് ഐഡിയാസും ഉള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി എവിടെ പോയിരുന്ന പുള്ളിക്കാരത്തിക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കും, അതിനുള്ള കഴിവ് പുള്ളിക്കാരത്തിക്കുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു ഫേം. എനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇവർ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, വേറൊരു കമ്പനി ആയിരിക്കത്തില്ല. മേ ബി വേറെ കമ്പനിയുടെ സംഭവം ഇവരെടുത്തത് ചെയ്യുന്നതാണോ, അതിൻ്റെ ജോയിൻറ്റ് പാർട്ട്നേഴ്സാണോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഇത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. എന്തായിരുന്നാലും എനിക്കിത് കണ്ടിട്ട് സന്തോഷമാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ലൈഫ്, കുഞ്ഞാറ്റ എങ്ങനെ വേണം ജീവിക്കട്ടെ, അത് അവരുടെ ലൈഫ് എന്നുള്ള രീതി. അതുപോലെ തന്നെ ഇച്ചായൻ, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ലൈഫുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫും അദ്ദേഹത്തിന് എങ്ങനെ വേണോ, അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ശിഷ്ടകാലം, നമ്മളിപ്പം ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തൊക്കെ ഉള്ളതാണേ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റാതെ നമ്മൾ സെപ്പറേറ്റഡ് ആവുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അത് ഫ്യൂച്ചറിൽ കൊണ്ടുവന്നൊരു നമ്മുടെ ലൈഫ് ഞാൻ എന്തിനാണ് ഇങ്ങനെ തകർത്തത് അല്ലെങ്കിൽ നശിപ്പിച്ചതെന്ന് തോന്നൽ വരാതിരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ രണ്ടായിട്ട് മാറി, അതിനുശേഷം 2 ജീവിതങ്ങളായിട്ട് മാറി, പിന്നെ നമുക്ക് നല്ല വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങൾ തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്കും അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇച്ചായനും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ഞാൻ പറയുന്നത് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പോട്ടെ. കാരണം ഒരു കുഞ്ഞിനിടയ്ക്കൊണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഒരു ട്രോമയും ഉണ്ടാവാതെ നല്ല രീതിയിൽ നല്ല ഇതായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇത് ഞാൻ ആശംസിക്കുകയാണ്. ഇതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്നൊക്കെ പറയില്ലേ, ഒരു ജീവിതവും തകരരുത് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എന്താണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.